നമസ്കാരം. മുന്നണി മാറ്റം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉയരുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. പുറമെ നിഷേധിക്കുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റത്തിനുള്ള സമ്മർദ്ദം കേരള കോൺഗ്രസിലും പാർട്ടിയിൽ സ്വാധീനമുള്ള സഭാ വിഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. മറ്റെന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും ഇടതുമുന്നണിക്ക് കേരളത്തിൽ തുടർഭരണം ലഭിച്ചതിനുള്ള കാരണം തിരഞ്ഞാൽ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റത്തിലാണ് പ്രധാനമായും ചെന്നു നിൽക്കുക. ഭരണം തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരലാണ് പ്രധാനം എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ യു ഡി എഫിനും കേരള കോൺഗ്രസിനുമിടയിൽ പാലമായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. ആശയവിനിമയം അനൗപചാരിക തലത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ എങ്കിലും അതുപോലും വളരെ പ്രധാനമാണ്. ലീഗ് മത്സരിച്ചു പോരുന്ന തിരുവമ്പാടി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകാമെന്നാണ് ഓഫർ എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പാല, കടുത്തുരുത്തി മണ്ഡലങ്ങൾ നിലവിൽ UDFിലെ മാണി സി കാപ്പന്റെയും മോൻസ് ജോസഫിന്റെയും പക്കലാണ്. ഈ മണ്ഡലങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി സീറ്റ് പിടിച്ചെടുക്കുന്നത് എതിർപ്പിനിടയാക്കുമെന്നു മാത്രമല്ല എതിർവികാരമുണ്ടാക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധിയിലാണ് തിരുവമ്പാടി ഓഫറിന്റെ പ്രസക്തി. മുനമ്പം ഭൂപ്രശ്നം, വനനിയമ ഭേദഗതി ബിൽ എന്നിവയിൽ കത്തോലിക്ക സഭ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് കേരള കോൺഗ്രസിനെ ഏറ്റവും ഒടുവിൽ പ്രതിസന്ധിയിലാക്കിയത്. ഈ രണ്ട് പ്രശ്നങ്ങളും സഭാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി തിടുക്കപ്പെട്ട് രംഗത്തിറങ്ങി എന്നതും ശ്രദ്ധേയമാണ്. സാമുദായിക വിഭാഗങ്ങളുമായി UDF നേതാക്കൾ മെച്ചപ്പെട്ട ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതും ഇടതുമുന്നണി നിരീക്ഷിച്ചു വരികയാണ്. കത്തോലിക്ക സഭയുൾപ്പെടെ ഏതാണ്ട് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാകട്ടെ NSS നേതൃത്വവുമായി വീണ്ടും അടുത്തു. SNDP നേതൃത്വവും ഏറെക്കുറെ UDF അനുകൂല പ്രസ്താവനകൾ നടത്തുന്നു. അടുത്ത തവണ UDF എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെടാൻ ഇത്തരം സാഹചര്യങ്ങൾ വഴിയൊരുക്കുമെന്ന ചിന്തയും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം പങ്കിടുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് N ജയരാജ്, പ്രമോദ് നാരായൺ MLA എന്നിവർ ഇടതുമുന്നണി വിടുന്നതിനോട് യോജിക്കുന്നില്ല. ജോസ് കെ മാണിയുടെ തീരുമാനത്തെ എതിർത്ത് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനും അവർ തയ്യാറല്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുക ഇടതുമുന്നണിയിൽ നിന്നാകുമെന്ന വികാരവും കേരള കോൺഗ്രസിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടിക്ക് എത്താനാകൂ. ഇതൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്ക് കാര്യമായ രാഷ്ട്രീയ പ്രസക്തി കൈവരിക്കാൻ കഴിയാത്തത് പാർട്ടി ഇടതുമുന്നണിയിലായതുകൊണ്ടാണെന്ന വാദവും ശക്തമാണ്. കേരളത്തിലുടനീളം 4% വോട്ട് വിഹിതമുള്ള കേരള കോൺഗ്രസ് എം നിൽക്കുന്ന മുന്നണി ജയിക്കുമെന്ന സമവാക്യവും UDF നീക്കത്തിന് പിന്നിലുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനോടുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന തിരിച്ചറിവും മാണി വിഭാഗത്തെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ജനവിധിയെ സ്വാധീനിക്കാൻ കഴിയുന്ന സുപ്രധാന നീക്കമെന്ന നിലയിൽ ഇരു മുന്നണികളുടെയും സജീവ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയിലാണെന്ന് ചുരുക്കം.